സെക്ഷൻ സിയിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അതുപോലെ ഓരോ ക്വസ്റ്റ്യന് 4 മാർക്സ് വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ അതാണ് 15th ക്വസ്റ്റ്യൻ ആണ്. ഇത് 6 ക്വസ്റ്റ്യൻ ഉണ്ട്. എയോ ബി ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ദി പിക്ചർ ഷോസ് ദി സ്ക്വയർ ഫോംഡ് ബൈ ഡേറ്റ്സ് ഓൺ എ കലണ്ടർ ഷീറ്റ് ഫോർ എ മന്ത്. നിങ്ങൾ കലണ്ടർ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കലണ്ടർ ഷീറ്റിലെ ഡേറ്റ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. മിസ്സിംഗ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? നമ്മൾ ക്ലിയർ ആയിട്ട് പറയാമല്ലോ. 12 ആണ് മിസ്സിംഗ് ഡേറ്റ്. 5ഉം 6ഉം പിന്നെന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 13 അല്ലേ. 13 തൊട്ട് മുമ്പത്തെ നമ്പർ ആയിരിക്കും ആ മിസ്സിംഗ് നമ്പർ. 12 ആയിരിക്കും ആ മിസ്സിംഗ് നമ്പർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് ഇൻ എനി സച്ച് സ്ക്വയർ ഓഫ് 4 ഡേറ്റ്സ് ദി ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ പ്രോഡക്റ്റ് ഈസ് 7. ഇങ്ങനെ നമ്മൾ ഏതൊരു ഡേറ്റ് എടുത്താലും ഇങ്ങനെ സ്ക്വയർ ഫോമിൽ ഏതൊരു ഡേറ്റ് എടുത്താലും അതിൻ്റെ ഡയഗണൽ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് 7 ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ചെയ്യാം. നമ്മളെങ്ങനെ എടുക്കുന്നു? എക്സ് പ്ലസ് 1. ഇനി 5ൻ്റെ തൊട്ട് താഴെ 12 അല്ലേ? മിസ്സിംഗ് നമ്പർ 12 ആയിരുന്നല്ലോ. 5ൻ്റെ തൊട്ട് താഴെ 12 അല്ലേ? 5ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്? 7 ആഡ് ചെയ്യുമ്പോഴല്ലേ എക്സ് പ്ലസ് 7. ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 8 എന്ന് വരും അല്ലേ? ഇനി ഇതിൻ്റെ ഡയഗണൽ പ്രോഡക്ട്സ് നമുക്ക് എടുത്ത് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 8x എന്ന് കിട്ടും. ഇനി എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7. എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് എക്സ് പ്ലസ് 7 എന്ന് കിട്ടും. ആൻസർ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 എന്ന് കിട്ടും. ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് അല്ലേ നമുക്ക് വേണ്ടത്. ആദ്യത്തെ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 8x എന്നും രണ്ടാമത്തത് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 എന്നും. നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം എന്താണ് ഡിഫറൻസ്? 7 ആണ് ഡിഫറൻസ്. ഹെൻസ് പ്രൂവ്ഡ്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓർ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് എന്താ? റൈറ്റ് എ പെയർ ഓഫ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 60 സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്ര? 60 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ സൈഡ്സ് ഏതൊക്കെ നമ്പേഴ്സ് ആവാം? ഒരു പെയർ എഴുതിയാൽ മതി. ഞാൻ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എക്സ് എന്നും ബ്രെഡ്ത്ത് വൈ എന്നും എടുത്തു. അങ്ങനെയാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ? എൽ എക്സ് ആണ്, ബി വൈ ആണ്. 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് 60. അങ്ങനെയാണെങ്കിൽ ഈ എൽ പ്ലസ് ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എന്നുള്ള എന്ത് കിട്ടും എനിക്ക്? 60/2 30 എന്ന് കിട്ടത്തില്ലേ? അത് ഈ ലെങ്ത്തും ബ്രെഡ്ത്തോട് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? 30 കിട്ടണം. അങ്ങനത്തെ 2 നമ്പേഴ്സ് എഴുതിയാൽ മതി. ഏതൊക്കെ എഴുതാം? 10ഉം 20 എഴുതാം സിമ്പിളായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 30 കിട്ടണം എന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 90 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 60 സെൻറ്റിമീറ്ററും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 90 സ്ക്വയർ സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് 2 സെൻറ്റിമീറ്റേഴ്സ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ. എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 60 സെൻറ്റിമീറ്ററും സ്ക്വയർ 90 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 90 സ്ക്വയർ സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡ്സിനേക്കാളും 2 സെൻറ്റിമീറ്റർ കുറവുള്ളൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സ് എന്നും ബ്രെഡ്ത്ത് വൈ എന്നും ഞാൻ എടുക്കുന്നു. പിന്നെന്താ വേണ്ടേ? ഇതിന് 2 സെൻറ്റിമീറ്റർ കുറവുള്ള റെക്റ്റാങ്കിൾ അല്ലേ? അതായത് എക്സ് -2 ലെങ്ത് -2 ആയിരിക്കും. ലെങ്ത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കുറവായിരിക്കണം, ബ്രെഡ്ത്തിൽ നിന്നും 2 സെൻറ്റിമീറ്റർ കുറവായിരിക്കണം. എക്സും വൈയും സൈഡ്സ് ആയിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? 60 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30 എന്ന് കിട്ടിയില്ലേ? കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ എന്താണ്? 30 ആണ്. ഇനി നമുക്ക് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 90 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് വെച്ചാൽ എന്താ? എൽ ഇൻറ്റു ബി അല്ലേ? എൽ ഇവിടെ എക്സും ബ്രെഡ്ത്ത് എന്താണ്? വൈയും ആണ്. അന്നേരം എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? 90 എന്ന് എഴുതാം. അത് നമുക്ക് എന്താ കിട്ടി? എക്സ് പ്ലസ് വൈ 30 ആണ്, എക്സ് ഇൻറ്റു വൈ എന്താണ്? 90 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? എന്തായിരിക്കും ഇവിടുത്തെ പെരിമീറ്റർ? 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ? ഇവിടെ എൽ എക്സ് -2 ആണ്,
ബ്രെഡ്ത്ത് y-2 ആണ്. എന്ത് കിട്ടും? 2 × x + y - 4 എന്ന് കിട്ടും അല്ലേ? നമുക്കറിയാം x + y എന്താണ്? 30 ആണ്. 30 - 4 2 × 30 - 4 അതായത് 2 × 26 എന്തായിരിക്കും? 52 സെൻറ്റിമീറ്റർ. അതെന്താണ്? ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 52 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്കതിൻ്റെ ഏരിയയും കൂടെ കണ്ടുപിടിക്കണം. ഏരിയ L × B അല്ലേ? ഇവിടെ L എന്താണ്? x-2 ആണ്. B എന്താണ്? y-2 ആണ്. x-2 × y-2 നമുക്ക് എന്ത് കിട്ടും? xy - 2x - 2y + 4. ഞാൻ എന്ത് ചെയ്യുന്നു? xy അതുപോലെ എഴുതി. ആ അടുത്ത രണ്ട് ടേംസിന് -2 കോമൺ എടുക്കുന്നു. ബാക്കി നമുക്ക് എന്ത് കിട്ടും? x + y എന്ന് കിട്ടൂലേ? +4. എന്തിനാണ് ഞാൻ ഈ x + y ആക്കിയത്? നമുക്ക് x + y വാല്യൂ അല്ല നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ -2 കോമൺ എടുത്തത്. എന്തായിരുന്നു xy? 90 ആയിരുന്നു അല്ലേ? -2 × x + y എന്താണ്? 30 ആണ് അല്ലേ? +4 എന്ന് കിട്ടും. = 90 - 60 + 4. എന്താണ് ആൻസർ? 34 cm². ഏരിയ അല്ലേ? cm² ആണ് യൂണിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദി പ്രൈസ് ഓഫ് 2 നോട്ട്ബുക്സ് ആൻഡ് 3 പെൻസ് ഈസ് 95 rupees. 2 നോട്ട്ബുക്കിനും 2 പേനയ്ക്കും ഇവിടെ എത്ര രൂപയായി? 95 രൂപ. ദി പ്രൈസ് ഓഫ് 5 നോട്ട്ബുക്സ് ആൻഡ് 2 പെൻസ് ഈസ് 210 rupees. 5 നോട്ട്ബുക്കും 2 പേനയും വാങ്ങിച്ചപ്പോൾ എത്രയായി? 210 രൂപ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ആൻഡ് ദി പ്രൈസ് ഓഫ് എ പെൻ. 2 ക്വസ്റ്റ്യനാണ്. നോട്ട്ബുക്കിൻ്റെ പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം, പെന്നിൻ്റെ പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. നോട്ട്ബുക്കിൻ്റെ പ്രൈസ് ഞാൻ x എന്നും പെന്നിൻ്റെ പ്രൈസ് ഞാൻ y എന്നും എടുക്കുന്നു. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? 2 നോട്ട്ബുക്സ് ആൻഡ് 3 പെൻസ് ഈസ് 95 അല്ലേ? ഇത് 2 നോട്ട്ബുക്സ് 2x + 3 പെൻസ് അല്ലേ? 3y = 95. അടുത്ത എന്താ? 5 നോട്ട്ബുക്സ് ആൻഡ് 2 പെൻസ് അല്ലേ? എത്ര? 210 അല്ലായിരുന്നോ? ഇവിടെ നോക്ക്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിഫറെൻ്റ് ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് സെയിം ആക്കണ്ടേ? നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം. 3 × 2 അല്ലേ? LCM എടുക്കാമല്ലോ. എന്താണ്? 6 ആണ് കിട്ടുന്നത്. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ × 2ഉം രണ്ടാമത്തെ ഇക്വേഷൻ × 3ഉം ചെയ്യണം. എന്ത് കിട്ടും ആൻസർ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4x + 6y = 190 എന്ന് കിട്ടും. അടുത്ത ഇക്വേഷൻ നമ്മൾ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 15x + അത് വലുതായിട്ട് ഞാനത് മുകളിൽ എഴുതുവാണ്. 15x + 6y = 630 എന്ന് കിട്ടും. 2 ഇക്വേഷൻസ് മൈനസ് ചെയ്താൽ പോരെ? ഇവിടെ എന്താ കിട്ടുന്നത്? 0 440. ഇത് 2 മൈനസ് നമുക്ക് എന്ത് കിട്ടും? 440 എന്ന് കിട്ടും. വൈയുടെ ടേം എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ഇനി 15x നിന്ന് 4x കുറച്ചാൽ 11x എന്ന് കിട്ടും. 11x ആണ് 440. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 440/11. ആൻസർ 40 എന്ന് കിട്ടും. x എന്താണ്? 40 rupees എന്ന് വെച്ചാൽ നോട്ട്ബുക്കിൻ്റെ വിലയാണെന്ത്? ഈ 40 rupees. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഈ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. 2x + 3y = 95 എന്നൊരു ഇക്വേഷൻ നമുക്കില്ലായിരുന്നു, അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് എക്സ് ഉണ്ടല്ലോ, ആരം വൈ കിട്ടാൻ 3y = 95 - 2x. എക്സ് എത്ര ആയിരുന്നു? 40 ആയിരുന്നില്ലേ? 2 × 40 എത്രയാണ്? 80 -80 എന്ന് വരും. 3y = 15 എന്ന് കിട്ടും നമുക്ക്. അങ്ങനെയാണ് y = 15/3 അല്ലേ? എത്ര വരും? 5 rupees. പെന്നിൻ്റെ വില എത്രയാണ്? 5 rupees ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. In the picture, the sides of the larger triangle are lines through the vertices of the smaller triangle parallel to the opposite sides. Use the results given below to show that the lines from the vertices of the smaller triangle to the opposite sides meet at a point. എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഈ ഒരു പിക്ചറിൽ 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ചെറിയ ട്രയാങ്കിളും ഉണ്ട്, ഒരു വലിയ ട്രയാങ്കിളും ഉണ്ട് അല്ലേ? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് പാരലലായിട്ടാണ് വലിയ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് വരച്ചേക്കുന്നത്.
ഇവിടെ പി ആറിന് പാരലായിട്ടാണ് എ സി വരച്ചിട്ടുള്ളത്. അതുപോലെ പി ക്യൂവിന് പാരലാണ് ബി സി, ക്യു ആറിന് പാരലാണ് എ ബി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ചെറിയ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ലൈൻസ്, 3 വെർട്ടെക്സിലെ ചെറിയ ട്രയാങ്കിളിന് 3 വെർട്ടെക്സ് ഉണ്ട്, പിയും ക്യൂ ആറും ആണ് ആ 3 വെർട്ടെക്സ്. ഈ 3 വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ലൈൻസ്, 3 ലൈൻസ് വരുമല്ലോ, ഓരോ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ഓരോ ലൈൻസ് വെച്ച് വരയ്ക്കാമല്ലോ. ഈ 3 ലൈൻസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ പ്രൂവ് ചെയ്യേണ്ടത് താഴെ കൊടുത്തേക്കുന്ന 3 റിസൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് താഴെ കൊടുത്തേക്കുന്നത് നോക്കാം. എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ബോത്ത് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഈസ് എ പാരലലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓരോ ജോഡി ഓപ്പോസിറ്റ് സൈഡ്സും, ഓരോ ജോഡി എതിർവശങ്ങളും പാരലൽ ആണെങ്കിൽ അതെന്താണ്? ഒരു പാരലലോഗ്രാമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആയിരിക്കും. രണ്ടാമത്തെ റിസൾട്ട് എന്താ പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഓഫ് ദി സെയിം ലെങ്ത്. ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഒരേ ലെങ്ത് ആയിരിക്കും. ഇനി മൂന്നാമത്തെ റിസൾട്ട്, ഇൻ എനി ട്രയാങ്കിൾ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ് മീറ്റ് അറ്റ് എ പോയിന്റ്. ഓരോ സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഒരു ട്രയാങ്കിളിൽ ഓരോ സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതെന്ത് ചെയ്യും? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. പി ക്യു ആർ സിക്ക് പാരലല്ലേ? പി ക്യു ബി സിക്ക് പാരലാണ്. നമുക്ക് എന്ത് പറയാം? പി ക്യു ആർ സിയും പാരലാണെന്ന് പറഞ്ഞൂടെ? പി ക്യു പാരലൽ ടു ആർ സി ആണ്. അതുപോലെ പി ആർ എ സിക്ക് പാരലാണ്. പി ആർ എന്ന് പറഞ്ഞാൽ ക്യു സിക്കും പാരലാവില്ലേ? പി ആർ പാരലൽ ടു ക്യു സി. ആദ്യത്തെ റിസൾട്ട് എന്തോ തന്നേക്കുന്നേ? 2 ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ 2 സൈഡ്സും പാരലാണ്, ഈ 2 സൈഡ്സും പാരലാണ്. അങ്ങനെയാണെങ്കിൽ പി ക്യു സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരലലോഗ്രാമാണ്. നമ്മൾ ഫസ്റ്റ് റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് പി ക്യു സി ആർ ഈസ് എ പാരലലോഗ്രാം. ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്താ പറയുന്നത്? പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? പി ക്യൂവും ആർ സിയുമാണ് ഓപ്പോസിറ്റ് സൈഡ്സ്. പി ക്യു ഈക്വൽ ടു ആർ സി, അതുപോലെ പി ആർ ഈക്വൽ ടു ക്യു സി. ക്യു സി ആർ എന്നുള്ള ഒരു പാരലലോഗ്രാമിന് ഒരു ഡയഗണലുണ്ട് അല്ലേ? ക്യു ആർ എന്ന് പറയുന്നൊരു ഡയഗണലാണ്. അടുത്ത ഡയഗണൽ ഏതാ? പി സി. ഞാൻ ഈ പി സിയും കൂടെ ഒന്ന് വരയ്ക്കാൻ പോവുക. ഇവിടെ ഞാൻ പി സിയും ജോയിൻ ചെയ്തു. പി സിയും ക്യു ആറും എന്താണ്? ഈ പി ക്യു ആർ സി എന്ന് പറയുന്ന പാരലലോഗ്രാമിൻ്റെ 2 ഡയഗണൽസ് ആണ്. നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. അങ്ങനെയാണ് പി സി എന്ന് പറയുന്ന ലൈൻ ആർ ക്യൂവിനെ ഈക്വലായിട്ടായിരിക്കത്തില്ലേ ഡിവൈഡ് ചെയ്തേക്കുന്നത്? എനിക്ക് എന്തെഴുതാം? പി സി ബൈസെക്ട്സ് ആർ ക്യൂ. പി സി എന്ത് ചെയ്യുന്നുണ്ട്? ആർ ക്യൂവിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ എം ഈക്വൽ ടു ക്യു എം എന്ന് നമുക്ക് കിട്ടില്ലേ? ആർ ക്യു ആറിൻ്റെ വെർട്ടെക്സ് പിയിൽ നിന്നുള്ള ലൈൻ ക്യു ആർ എന്ന സൈഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യു ആറിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്താണ്? മീഡിയൻ ആണ് അല്ലേ? മീഡിയൻ ആണ്. സിമിലർലി നമുക്ക് ഏതൊക്കെ പാരലലോഗ്രാം എടുക്കാം? പി ക്യു ആർ ബി ഒരു പാരലലോഗ്രാമാണ്. അതുപോലെ എ പി ആർ ക്യു എന്താണ്? ഒരു പാരലലോഗ്രാമാണ്. ഈ 2 പാരലലോഗ്രാമിൻ്റെയും ഡയഗണൽസ്, ഒരു ജോഡി ഡയഗണൽസ് എനിക്ക് വരയ്ക്കാം. ഇപ്പം പി ക്യു ആർ ബി, പി ക്യു ആർ ബി എടുത്തു കഴിഞ്ഞാൽ 2 ഡയഗണൽസ് ഏതൊക്കെയാണ്? പി ആറും ക്യൂ ബിയും അല്ലേ? പി ആറും ക്യൂ ബിയും. ഈ ക്യൂ ബി എന്ന് പറയുന്ന ഡയഗണൽ എന്ത് ചെയ്യുന്നുണ്ട്? പി ആറിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എ പി ആർ ക്യൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 ഡയഗണൽസ് ഏതൊക്കെയാണ്? പി ക്യൂവും എ ആറും. ഈ എ ആർ എന്ന് പറയുന്ന ഡയഗണൽ എന്ത് ചെയ്യുന്നുണ്ട്? പി ക്യൂവിനെയും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പി എം എന്ന് പറയുന്നത് പി ക്യു ആറിൻ്റെ ഒരു മീഡിയൻ ആണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ സിമിലർലി നമുക്ക് എന്ത് പറയാം? ക്യു എന്നും ഒ ആറും എന്താണ്?
പി ക്യു ആറിൻ്റെ മീഡിയൻസ് തന്നെയാണ്. കാരണം ഏതൊക്കെയാണ് പി ക്യു ആറിൻ്റെ മീഡിയൻസ്? പി എം, ക്യു എൻ, ആർ ഒ. ഇത് മൂന്നും എന്താണ്? ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ മീഡിയൻസ് ആണ്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? മീഡിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിരുന്നത്? ചെറിയ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ലൈൻസ്, 3 വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്നല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നുള്ള ലൈൻസ് അല്ലേ പി എന്നും ക്യു എന്നും ആർ ഒയും. ഈ 3 ലൈൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് മൂന്നും എന്ത് തന്നെയാണ്? ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ തന്നെയാണ് അല്ലേ? ഈ മീഡിയൻസ് എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. Between which pair of numbers given below is √2? 4 പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ഇതിൽ ഏത് പെയർ ഓഫ് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കാണ് √2 വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം √2ൻ്റെ വാല്യൂ എന്താണ്? 1.41 ആണ്. ഇനി ഈ 4 പെയേഴ്സിൻ്റെ ഞാൻ ഡെസിമൽ ഫോമിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പെയർ എന്താണ്? 1.33, 1.5 ആണ്. 1.33 1.5ൻ്റെ ഇടയ്ക്കല്ലേ 1.4 വരുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ 1.5 1.6, ഇതിൻ്റെ ഇടയ്ക്ക് √2 വരില്ലല്ലോ. അടുത്ത 1.16 1.25, ഇതിൻ്റെ ഇടയ്ക്കും എന്ത് വരില്ല? √2ൻ്റെ വാല്യൂ വരില്ല. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? 0.66 0.8, ഇതുമല്ലല്ലോ കറക്റ്റ് ആൻസർ. ആകെ എ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ദി മീഡിയൻസ് എ ഡി ആൻഡ് ബി ഇ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇൻ്റർസെക്റ്റ് അറ്റ് ജി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 2 മീഡിയൻസ് ആണ് വരച്ചേക്കുന്നത്, എ ഡിയും ബി ഇയും. ഈ 2 മീഡിയൻസ് എന്ത് ചെയ്യും? ജി എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ലെങ്ത് ഓഫ് എ ഡി ഈസ് ദി ലെങ്ത് ഓഫ് എ ജി? എ ഡിയുടെ എത്ര പാർട്ടാണ് എ ജി? ട്രയാങ്കിളിൻ്റെ 3 മീഡിയൻസും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മീഡിയനെയും 2:1 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എ ജി ഈസ്റ്റ് ജി ഡി എന്താണ്? 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ എ ജി എന്ന് പറയുന്നത് എ ഡിയുടെ എത്ര പാർട്ടാണ്? 2/3 പാർട്ടാണ്. മൊത്തം 3 പാർട്സ് അല്ലേ? 2 + 1 3 അല്ലേ? അതിൽ 2 പാർട്സ് ആണ് എ ജി അല്ലേ? മൊത്തം 3 പാർട്സ്, അതിൽ 2 പാർട്സ് ആണ് എ ജി. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 2/3 എന്ന് പറയാം. ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഏരിയ ഓഫ് എ ബി ഡി ഈസ് ദി ഏരിയ ഓഫ് എ ബി സി? എ ബി സിയുടെ ഏരിയയുടെ എത്ര പാർട്ടാണ് എ ബി ഡിയുടെ ഏരിയ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഈ എ ഡി എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? ഇതിൻ്റെ മീഡിയൻ ആണ്. എന്ന് വെച്ചാൽ എയിൽ നിന്ന് ബി സിയുടെ മിഡ് പോയിന്റിലോട്ടുള്ള ലൈനാണ് എ ഡി അല്ലേ? അതെ, ബി ഡിയും സി ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി സി എന്ന് ഉള്ള വലിയ ട്രയാങ്കിളിനെ 2 ട്രയാങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ഡി എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? എ ബി ഡിയും എ ഡി സിയും. കണ്ടോ? ഈ 2 ട്രയാങ്കിൾസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എ ബി ഡിയും എ ഡി സിയും. ഇനി സി ഡിയും ബി ഡിയും എന്താണ്? ഈക്വൽ ആണ്. കാരണം എ ഡി എന്ന് പറയുന്നത് എന്താ? ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ അല്ലേ? മീഡിയൻ എന്താ? ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലോട്ടുള്ള ലൈനാണ് മീഡിയൻ. അത് എ ഡി എന്ന് പറയുന്ന മീഡിയൻ അല്ലേ? അത് സി ഡിയും ബി ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ 2 ട്രയാങ്കിൾസിൻ്റെ ബേസ് ഈക്വൽ ആണ്. അതുപോലെ ഹൈറ്റ് ഈക്വൽ ആകത്തില്ലേ? ഈ ട്രയാങ്കിൾസിൻ്റെ 2ൻ്റെ ഹൈറ്റ് എന്താണ്? ഈക്വൽ ആണ്. ബേസും ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എത്ര പാർട്ടാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് ചോദിച്ചേക്കുന്നത്. അതായത് എ ബി ഡിയുടെ ഏരിയ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര പാർട്ടാണെന്ന് ചോദിച്ചേക്കുന്നത്. 1/2 പാർട്ടായിരിക്കത്തില്ലേ? ആൻസർ എന്താണ്? 1/2 ആണ്. ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഏരിയ ഓഫ് എ ബി ഡി ഈസ് ദി ഏരിയ ഓഫ് എ ബി ജി? ഇനി ഈ എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ എടുത്തിട്ട് അതിൽ നിന്ന് എ ബി ജിയുടെ ഏരിയ എത്ര ആണ്? എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ എത്ര പാർട്ടാണ് ഈ എ ബി ജി എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇതാണ് ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. കണ്ടോ? എ ബി ഡിയുടെ ബേസ് എന്താണ്? എ ഡി ആണ്.
എ ബി ജിയുടെ ബേസ് എന്താണ്? എ ജി ആണ്. നമുക്ക് എന്തറിയാം, ഇതിന് ഏത് റേഷ്യോ അല്ല കട്ട് ചെയ്തിട്ടുള്ളത്? 2:1 എന്നുള്ള റേഷ്യോയിലല്ലേ കട്ട് ചെയ്തേക്കുന്നത്. ഈ ട്രയാങ്കിൾ എ ബി ജിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എ ഡി എന്ന് പറയുന്ന ലൈനിനെ ജി എന്ത് ചെയ്യുന്നുണ്ട്? 2:1 എന്നുള്ള റേഷ്യോയിലല്ലേ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ബേസ് എ ബി ഡിയുടെ ബേസ് നമുക്ക് എന്താണെന്ന് പറയാം? ബേസ് ഈക്വൽ ടു എ ഡി അല്ലേ ബേസ്. എ ബി ഡിയുടെ ബേസ് എന്തായിട്ട് എടുത്തു? നമ്മൾ എ ഡി ആയിട്ട് എടുത്തു. 2 + 1 3 അല്ലേ, 3x എന്ന് എടുത്തു. ഇവിടെ റേഷ്യോ അല്ലേ 2 1 പറഞ്ഞേക്കുന്നതുകൊണ്ട് ബി എന്തെന്ന് എടുത്തു? ഞാൻ 3x എടുത്തു. എ ബി ജിയുടെ ബേസ് എന്തായിരിക്കും? എ ബി ജിയുടെ ബേസ് 2x ആണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്താണ്? സെയിം ആണ് അല്ലേ? ഇത് രണ്ട്. ഇനി ഏരിയ നോക്കാം. ഏരിയ ഇവിടെ എന്ത് വരും? 1/2 × b × h അല്ലേ, 1/2 × 3x × h. ഇവിടെ ഏരിയ എന്ത് വരും? 1/2 × 2x × h എന്ന് വരും. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 3/2 × xh ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 2/2 × xh ആണ്, അല്ലെങ്കിൽ xh ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എ ബി ജിയുടെ ഏരിയ എ ബി ഡിയുടെ ഏരിയയുടെ എത്ര പാർട്ടെന്നല്ലേ ക്വസ്റ്റ്യൻ. ഇവിടെ എ ബി ജിയുടെ ഏരിയ എന്താണ്? xh ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിൾ ഏതാ? എ ബി ഡി അല്ലേ. എ ബി ഡിയുടെ ഏരിയ എന്ത് വരും? 3/2 xh. ഈ xhഉം വെട്ടിപ്പോയില്ലേ, നമുക്ക് എന്ത് കിട്ടും? 1/3/2 എന്ന് കിട്ടും. അതിന് എനിക്ക് 2/3 എന്ന് എഴുതിക്കൂടെ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഏരിയ ഓഫ് എ ബി സി ഈസ് ദി ഏരിയ ഓഫ് എ ബി ജി? എ ബി സി ഈ വലിയ ട്രയാങ്കിളിൻ്റെ എത്ര ഫ്രാക്ഷൻ അല്ലെങ്കിൽ എത്ര പാർട്ടാണ് എ ബി ജിയുടെ ഏരിയ എന്ന് ചോദിച്ചു. ഞാനിവിടെ ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ മീഡിയനും കൂടെ വരച്ചിട്ടുണ്ട്. ഏതാ? സി എഫും കൂടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ട്രയാങ്കിളിനെ 3 മീഡിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രയാങ്കിളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ 3 മീഡിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രയാങ്കിളിനെ 6 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? വലിയ ട്രയാങ്കിളിൻ്റെ 1/6 പാർട്ടാണ് അല്ലേ. ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? വലിയ ട്രയാങ്കിളിൻ്റെ 1/6 പാർട്ടാണ്. നമുക്ക് എന്താ വേണ്ടത്? എ ബി സിയുടെ ഈ വലിയ ട്രയാങ്കിളായിട്ടുള്ള എ ബി സിയുടെ എത്ര പാർട്ടാണ് എ ബി ജിയുടെ ഏരിയ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഈ ട്രയാങ്കിളും എ ബി സിയുടെ 1/6 പാർട്ടാണ്. ഈ ട്രയാങ്കിളും എ ബി സിയുടെ 1/6 പാർട്ടാണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് ചേരുന്നതല്ലേ എ ബി ജി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അത് നമുക്ക് എന്ത് കിട്ടും? 1/6 + 1/6, അതായത് 2/6. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നമ്മൾ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതും, ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതും. 2/6 എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. ആൻസർ എന്താണെന്ന് പറയാം? 1/3. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ കണ്ട് എ എന്നും ബി എന്ന് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. എന്താണ് എ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി പിക്ചർ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സെമി സർക്കിൾ ടു എ പോയിന്റ് ഓൺ ഇറ്റ് ആൻഡ് സ്ക്വയേഴ്സ് ആർ ഡ്രോൺ ഓൺ 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഫിഗർ നോക്കി എന്ത് മനസ്സിലാവും? ഇവിടെ ഒരു സെമി സർക്കിൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ സെമി സർക്കിളിൻ്റെ എൻ പോയിന്റ് വെച്ചിട്ട് സെമി സർക്കിളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സും വെച്ചിട്ട് 2 സ്ക്വയേഴ്സും വരച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയേഴ്സ്. ഈ സ്ക്വയറിൻ്റെ ഈ 2 സ്ക്വയറിൻ്റെയും സൈഡ്സ് കണ്ടുപിടിക്കണം. അതുപോലെ കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഇവിടെ ആ സ്ക്വയറിനകത്ത് 7 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സ്ക്വയറിൻ്റെ ഏരിയ ആണ് കൊടുത്തേക്കുന്നത് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. എന്തോ ക്വസ്റ്റ്യനകത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയത്. അതിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ ആണ് 7 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. നമുക്ക് ആദ്യം ആ സ്ക്വയറിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം. ആ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. വലിയ സ്ക്വയറിൻ്റെ ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കും? √7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താ? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ഒരു സൈഡ് എന്തായിരിക്കും? √3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ എന്താണ്? ഒരു സ്ക്വയറിൻ്റെ സൈഡ് √7 സെൻറ്റിമീറ്ററും ഒരു സ്ക്വയറിൻ്റെ സൈഡ് √3 സെൻറ്റിമീറ്ററുമാണ്.
ഇവിടെ √7 വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടില്ല. √3 വാല്യൂ നമുക്കറിയാം. √2ൻ്റെ √3 വാല്യൂ നിങ്ങൾ പഠിച്ചിരിക്കണം. ബാക്കിയുള്ള വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. √3 വാല്യൂ എന്താണ്? 1.73 സെൻറ്റിമീറ്റർ. √7 അതുപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇനി എന്താ വേണ്ടേ? കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. സെമി സർക്കിൾ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി അല്ലേ? റൈറ്റ് ആംഗിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ എന്തൊരു ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം ഹൈപ്പർന്യൂസും ഉണ്ട്, ബേസും ഉണ്ട്, കർണവും ഉണ്ട്, പാദവും ഉണ്ട്, ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും ഓൾട്ടിറ്റ്യൂഡ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താണ്? ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതിനാണ് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? √ ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. നമുക്കിങ്ങോട്ട് എഴുതാം. √7 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ അല്ലേ? ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. √7 സ്ക്വയർ എന്താ? 7. √3 സ്ക്വയറോ? 3. √7 - 3 എന്ന് പറയുന്നത് എന്തൊരു? √4. അതായത് 2 സെൻറ്റിമീറ്റർ എന്ന് വരും. മൂന്നാമത്തെ സൈഡ് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും കിട്ടിയില്ലേ? ഇനി അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3 സൈഡ്സും കൂടെ ആഡ് ചെയ്യണം. എന്തൊക്കെയാണ്? 2 + √3 + √7. ഇവിടെ 2 + √3 വാല്യൂ നമുക്കറിയാം 1.73. √7 വാല്യൂ അറിയില്ല, √7 തന്നെ ഇട്ടിരുന്നാൽ മതി. 2 + 1.73 തരും 3 + 73 + √7. ഇതാണെന്ത്? പെരിമീറ്റർ. ആരുടെ? ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. ഓർ ക്വസ്റ്റ്യൻ. ദി പിക്ചർ ഷോസ് 2 സ്ക്വയേഴ്സ്. ഇവിടെ എന്തുണ്ട്? 2 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ? ഒരു സ്ക്വയറിൻ്റെ സൈഡ് 3 സെൻറ്റിമീറ്ററും ഒരു സ്ക്വയറിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്ററും ആണ്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽസ് ഓഫ് ദി 2 സ്ക്വയേഴ്സ്. 2 സ്ക്വയറിൻ്റെയും ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി പെരിമീറ്റേഴ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾസ്. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാം. സ്ക്വയർ അല്ലേ? 2 സൈഡും എന്താണ്? ഈക്വൽ അല്ലേ? അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? √ ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? √3 സ്ക്വയർ + 3 സ്ക്വയർ എന്ത് വരും? √9 + 9 √18 വരും അല്ലേ? √18 നമുക്ക് എന്ത് ചെയ്യാം? 9 × 2 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? 9 എന്തുണ്ട്? സ്ക്വയർ റൂട്ട് ഉണ്ട്. എന്താണ് 9ൻ്റെ സ്ക്വയർ റൂട്ട്? 3 ആണ്. 3 നമ്മൾ വെളിയിലെടുത്തു. ബാക്കി അകത്താരുണ്ട്? 2 ഉണ്ട്. 3 √2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി √2ൻ്റെ വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1.41 അല്ലേ √2ൻ്റെ വാല്യൂ? 3 × 1.41 എന്ത് കിട്ടും? ഇനി ചെറിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ സൈഡ്സ് എന്താണ്? 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടുത്തെ ഹൈപ്പർന്യൂസ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് √2 സ്ക്വയർ + 2 സ്ക്വയർ എന്തായിരിക്കും? √4 + 4 അല്ലേ? 4 + 4 എന്ത് വരും? 8 വരും. ഈ √8നെ നമുക്ക് 8നെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 4 × 2 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? ഇവിടെ 4ന് റൂട്ടുണ്ട്. എന്താ? 2 ആണ്. 2 √2 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇവിടുത്തെ ഡയഗണൽ എന്താണ്? 2 √2 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് √2ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. 2 × 1.41 2.82 സെൻറ്റിമീറ്റർ എന്ന് വരും. രണ്ടിൻ്റെ ഡയഗണൽസ് കിട്ടിയല്ലോ. ഒന്നിൻ്റെ ഡയഗണൽ 3 √2ഉം ചെറുതിൻ്റെ ഡയഗണലിൽ 2 √2. √2ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? 4.23 സെൻറ്റിമീറ്ററും 2.82 സെൻറ്റിമീറ്ററും കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇത് രണ്ടിൻ്റെയും പെരിമീറ്റർ വേണം. വലിയ ട്രയാങ്കിളിൻ്റെ നോക്കാം. 3 + 3 + 3 √2 അല്ലേ? എന്ത് വരും? 3 + 3 എന്താണ്? 6. 6 + 3 9 എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ എന്തുണ്ട്? 3 √2 ആണ്. നമുക്ക് ഈ 3 √2നെ ഈ 3യുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? 3 √2ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. 4.23. ആൻസർ എന്ത് വരും? 10.23 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നോക്കാം. 2 + 2 + 2 √2 എന്ത് വരും? 2 + 2 4 ആണ്. 2 √2ൻ്റെ വാല്യൂ എന്താണ്? 2.82 ആണ്. എന്ത് വരും ആൻസർ? 6.82 സെൻറ്റിമീറ്റർ എന്ന് വരും.